ഹായ് ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, നമ്മൾ ഇന്നലെ ഒരു ചുരിദാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അഹാനയുടെ ഒരു ഡ്രസ്സ് റീക്രിയേഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഷോളിൽ ഞാൻ സ്കാലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ എടുത്തിട്ടില്ല, കാരണം ഓൾറെഡി നമ്മളൊരു സാരി സ്കാലപ്പ് ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കമൻറ്റുകൾ വന്നു, അതായത് ആ വീഡിയോ അത് സ്കാലപ്പ് ചെയ്യുന്നൊന്ന് കാണിക്കാമോ എന്ന്. അതുകൊണ്ട് ഇന്ന് ബാക്കി നമ്മൾ ഒരു വശം മാത്രമേ ഷോളിൻ്റെ ഒരു വശം മാത്രമേ സ്കാലപ്പ് ചെയ്തുള്ളായിരുന്നു, സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ബാക്കി 3 വശം ഫ്രീ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് അപ്പോൾ ചുളിയിൽ ആ വശത്ത് ഇന്ന് സ്കാലപ്പ് ചെയ്യാമെന്ന് കരുതി. എന്തായാലും നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി. ഇതാണ് നമ്മുടെ വീഡിയോ. ഇതിലിതാ ഒരു 3-4 കമൻറ്റ് വന്നിട്ടുണ്ട്, സ്കാലപ്പ് ചെയ്യോ എന്ന്. അപ്പോൾ ഓൾറെഡി നമ്മളത് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്, പിന്നെ ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇടാത്തത്. പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കമൻറ്റ് വന്നുകൊണ്ടാണ് അതായിടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോള്. ഇത് ഓർഗാൻസയുടെ തുണിയാണ്. മീറ്ററിന് 140 രൂപയായിരുന്നേ ഞാൻ വാങ്ങിച്ചപ്പോൾ. അതിൻ്റെ ഒരു സൈഡാണ് ഞാനിങ്ങനെ പരന്ന സ്കാലപ്പ്, അതായത് ഞാൻ ആ ഡ്രസ്സിൻ്റെ മോഡൽ ഉള്ള സ്കാലപ്പാണ് ചെയ്തത്. ഇങ്ങനെ ഇത്തിരി വലിച്ചു നീട്ടിയ സ്കാലപ്പാണ് ചെയ്തു കൊടുത്തത്. ഇപ്പോൾ അടുത്ത വശം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെയ്യാത്ത 3 വശം ഉണ്ടല്ലോ അതിൽ. ഇനി നമുക്ക് സ്കാലപ്പിൻ്റെ ഇത് വരച്ചു കൊടുക്കാം. അതെങ്ങനെയാണ് വരച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ചീത്ത വശത്താണ് കേട്ടോ നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ഞാൻ ഇവിടെ ചീത്ത വശമാണ് എടുത്ത് കൊടുക്കുന്നത്. കാരണം നല്ല വശത്താണ് അടിനൂല് പോകുന്നത്. നമ്മൾ തിരിച്ചിട്ടാണ് കേട്ടോ തയ്ക്കുന്നത്. തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ തുണിയുടെ ചീത്ത വശം നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണോ സ്കാലപ്പ് വരച്ചെടുക്കാം. ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് വി ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ സ്കാലപ്പ് വരച്ചെടുക്കാം. റാ പോലെ, അടുത്തടുത്ത റാ പോലെ, നീണ്ട റാ പോലെ എങ്ങനെ വേണോ നമുക്ക് വരച്ചെടുക്കാം. ഞാൻ ഇങ്ങനെ പരത്തിയാണ്, ഇങ്ങനെ ചപ്പാത്തി പരത്തും പോലെ പരത്തിയാണ് ഗൈസ് വരച്ചു കൊടുക്കുന്നത്. കയ്യിലൊക്കെ ഡിസൈൻ ആയിട്ടുണ്ട്. അച്ഛൻ്റെ കയ്യിലാണ് അടിയിലെടുത്തിട്ടേക്കണത്. കാരണം ഓൾറെഡി ഉണ്ടായിരുന്ന തുണിയിലാണെങ്കിലേ ഈ കളറ് ഷോൾ ഇട്ടപ്പോൾ അറിയാൻ പറ്റില്ല. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ന്യൂസ് പേപ്പർ ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ വെച്ച് തയ്ക്കാനാണേ. ഇതിൻ്റെ അടിയിൽ വെക്കാതെ തയ്ക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ, ഇങ്ങനെ തുണി ചുരുങ്ങിപ്പോവും. ഞാൻ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, പക്ഷേ അത് ചുരുങ്ങിപ്പോയി. അപ്പോൾ ബെറ്റർ ഇങ്ങനെ വെച്ച് തയ്ക്കുന്നതായിരിക്കും നല്ലത്. അതൊന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടി മുട്ടുപിൻ ഇങ്ങനെ കുത്തി കൊടുക്കുക. ആദ്യമൊക്കെ കുത്തി കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഒരു ഫ്ലോയിൽ വരുമ്പോൾ നമുക്കത് ഓക്കെ ആയിട്ട് വരും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ കുത്തി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏതാണോ സ്കാലപ്പ് ചെയ്യാൻ എടുക്കുന്ന എംബ്രോയ്ഡറി നൂല് അതെടുക്കുക. ഞാനിവിടെ സ്കിൻ കളറാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഡ്രസ്സിൻ്റെ കോൺട്രാസ്റ്റ് എടുക്കുമ്പോൾ കുറച്ചുകൂടി രസമായിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ബോബനിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഇത് ബോബൻ തന്നെയാണല്ലോ, അത് കേസാണോ? കേസ് മറ്റേ കൂടാണല്ലേ. അപ്പോൾ ഇത് ബോബൻ. ഇതിലിങ്ങനെ ചുറ്റി കൊടുക്കാം. ഒരുപാട് ലൂസ് ആവരുത്, ഒരുപാട് ടൈറ്റ് ആവരുത്. ഇനി നമ്മുടെ കേസിൽ ഒരു ചെറിയ സൂത്രപ്പണി ചെയ്യാനുണ്ട്. അതിൻ്റെ സ്ക്രൂ ഇല്ലേ, കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റും, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഇവിടെ ലൂസാക്കി കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനാണ് ലൂസാക്കി കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ആ നൂല്, നമ്മുടെ എംബ്രോയ്ഡറി നൂല് കുറച്ച് വലുതല്ലേ, അപ്പോൾ അത് ഈസി ആയിട്ട് കയറി പോവാനും ഇങ്ങനെ കിടന്ന് ഓടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ലൂസാക്കി കൊടുക്കുന്നത്. പക്ഷേ അധികമായാൽ അമൃതം വിഷമെന്ന് പറയൂലേ, അതുപോലെ ലൂസാക്കി കൊടുക്കുമ്പോൾ സ്ക്രൂവോട് കൂടി ഇങ്ങനെ തെറിച്ച് പോകും കേട്ടോ. അപ്പോൾ വിഷമിക്കേണ്ട, ഇങ്ങനെ ഒരു ചിരിച്ചിട്ട് പയ്യെ ആ സ്ക്രൂ എടുത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ കാര്യം കഴിയും. ഓക്കെ, അപ്പോൾ സാരാംശം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് സ്ക്രൂ ലൂസാക്കി കൊടുക്കണ്ട. നിങ്ങൾ ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുത്തിട്ട് ആ നൂലിങ്ങനെ ഓട്ടിച്ച് നോക്കുക. നല്ലൊരു ഫ്രീ ആയിട്ട് അതിങ്ങനെ ഓടുന്നുണ്ടെങ്കിൽ അത്രയും മതി കേട്ടോ. പിന്നെ ദേവി അത് കുഞ്ഞു പിള്ളേരൊന്നും ഇത് അനുകരിക്കരുത്, കാരണം ഇത് കയ്യിലൊക്കെ കൊണ്ട് മുറിയാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കൊന്ന് മുറിവും ചതവുമാണേ. അതുകൊണ്ട് ഇത് നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് അടിയിലാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മുകളിൽ അതേ സെയിം കളറിലെ നൂലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് അടിയിൽ നമ്മൾ പേപ്പർ കുത്തി കൊടുത്തിട്ടുണ്ട്. നല്ല വശത്താണ് നമ്മൾ നേരത്തെ പേപ്പർ കുത്തി കൊടുത്തത്. എന്നിട്ട് അഴുക്ക വശത്ത് നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ അടിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, നല്ല വശത്ത് നമ്മുടെ അടിനൂല്, എംബ്രോയ്ഡറി നൂലും പോവും. ഈ ചീത്ത വശത്ത് നമ്മുടെ മുകളിലിട്ട സാധാരണ നൂലും വരും കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പേപ്പറിൽ കൂടെ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല രസമല്ലേ? ഇങ്ങനെ ഫുള്ള് നമ്മൾ അടിച്ചെടുക്കാമേ. ഓക്കെ, അപ്പം നമുക്ക് അത്രയും ക്ലിയറായിട്ട് അടിച്ചു കൊടുക്കാമേ. ഇത് നമ്മൾ രണ്ടാമത്തെ അടിയാണ് അടിച്ചു കൊടുക്കുന്നത്. ഒരടി ഫുള്ള് ഞാൻ അടിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ കുറച്ചുകൂടെ ആ എംബ്രോയ്ഡറി ഒന്ന് കട്ടിയായിട്ട് നിൽക്കാൻ രണ്ടാമത്തെ അടി അടിച്ചു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ 2, 3, 4, 5 എങ്ങനെ വേണോ, കട്ടി കുറച്ചോ നിങ്ങൾക്ക് അടിച്ചെടുക്കാം. ഒറ്റ അടി കൊടുത്താലും മതി. അത് വേറൊരു ഭംഗിയാണ്. ഞാനിവിടെ കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ ആ നീട്ടം കൂടിയ സൈഡ്, അതായത് നീളമുള്ള 2 സൈഡും 2 നൂലും വീതിയുള്ള സൈഡ് ഒറ്റ നൂലൂട്ടാണ് അടിച്ചു കൊടുക്കുന്നത്.
എന്നിട്ട് നമുക്ക് പേപ്പറൊക്കെ ഇളക്കി കളയാം. എന്നിട്ട് ഇത് നമ്മൾ ഉരുക്കിയെടുക്കണമല്ലോ. അപ്പോൾ ചെറുതായിട്ടൊരു തയ്യൽ തുമ്പ്, ഒരു 1/4 ഇഞ്ചിൻ്റെയും പകുതി തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാമേ. അയ്യോ, തൊണ്ട ഭയങ്കര കുരുകുരുപ്പാണ്. 2 ദിവസം കൊണ്ട് ജലദോഷം ഒരു കുറവുമില്ല, കൂടുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ചെറുതായിട്ട് കുറച്ച് നൂല് വേണേ. എന്നിട്ട് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ടു യു പാടുമ്പോൾ വെക്കുന്ന ഒരു മെഴുതിരി എടുക്കുക. അത് കത്തിച്ച് വയ്ക്കണം. എന്നിട്ട് നമ്മളിനി ഉരുക്കൽ പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ ചന്ദനത്തിരിയിലാണ് ഉരുക്കിയത്. ചന്ദനത്തിരി ഉരുക്കുമ്പോൾ മറ്റേ കറുത്ത സ്റ്റെയിൻസ് കൂടുതലാവുന്നുണ്ട്, അതുകൊണ്ടാണ് ഇന്ന് മെഴുതിരി എടുത്തത്. ഇങ്ങനെ ചെറുതായിട്ട് ഉരുക്കുക. പിന്നെ ഈ ഓർഗാൻസ ഇതുപോലുള്ള തുണിയൊക്കെ ഉരുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2-3 സ്ഥലത്തൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ തീ പിടിക്കും പോലെ വന്നിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ കുഞ്ഞായിട്ട് നമുക്കിങ്ങനെ ഉരുക്കിയെടുക്കാമേ. ഓക്കെ, ഇതുപോലെ നമ്മൾ 4 വശം ഉരുക്കിയെടുക്കണേ. ആ അരിവ് ഉരുക്കുമ്പോൾ കുറച്ചൊന്നിങ്ങനെ വൈഡൻ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് ഉരുവി ഇറങ്ങും കേട്ടോ. പക്ഷേ കയ്യിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. കുഞ്ഞു പിള്ളേർ ദയവ് ചെയ്ത് ഇത് അനുകരിക്കാൻ പ്രേരിപ്പിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കാലപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡ് ലുക്കാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇത് ഷോളിനെ പോലെ തന്നെ ഈ പ്ലെയിൻ സാരിയൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ കോൺട്രാസ്റ്റ് കളറൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ലുക്കായിരിക്കും. ഞങ്ങൾ അതുപോലൊരു സാരി ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് പോയി കണ്ടു നോക്കുക. ഫുള്ളും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് മോഡലെങ്കിലും പോയി നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് താഴെ വശമാണ് കേട്ടോ, വീതി കൂടിയ വശം അല്ല, വീതി കുറഞ്ഞ വശം. അവിടെ നമ്മൾ സിംഗിളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, സിംഗിൾ സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഡബിൾ സ്റ്റിച്ച്, നീളം കൂടിയ വശത്ത് ഡബിളും താഴെ സിംഗിളും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മുടെ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയി നോക്കിയാൽ മതി, കാണാത്തവർ പോയി നോക്കുക. ഓക്കെ, കണ്ടവരും വേണമെങ്കിൽ ഒന്നുകൂടെ നോക്കിക്കോ. അപ്പോൾ സ്കാലപ്പ് ഞാനിവിടെ ഫുള്ളായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാലേ ഞങ്ങൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഒരു സൈഡിൽ അടിച്ചത്. പക്ഷേ ഇപ്പോൾ 4 സൈഡിലും അടിച്ചെടുത്തപ്പോഴേ പിന്നെ സൂപ്പറായേ. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് 2 സൈഡിൽ അടിക്കാമെന്ന് വിചാരിച്ചേ. പക്ഷേ ഭംഗി കൂടിയപ്പോൾ പിന്നെ കുറച്ചുകൂടെ സമയം എടുത്ത് 4 സൈഡിലും അടിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? സെറ്റപ്പ് അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങൾ ചെയ്ത് നോക്കുക, അതാണ് മെയിൻ. സൂക്ഷിച്ചും കണ്ടും ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കൂ, എൻ്റെ പൊട്ട് കണ്ടോ? ഇത് മമ്മിയുടെ ചിങ്കാർ കൊണ്ട് ഇട്ടതാണ്. എൻ്റെ കൈ ഉണ്ടോ? മമ്മിയുടെ ചിങ്കാർ കൊണ്ട് പൊട്ടിട്ടപ്പോഴേ കയ്യിൽ എത്രയായി, തറയിൽ എത്രയായി, ചിങ്കാർ മൊത്തം കളഞ്ഞു. അപ്പോൾ ഇന്ന് എന്തായാലും എനിക്ക് മമ്മി ഒരു അടി ഉറപ്പായി. അപ്പോൾ എന്തായാലും ഞാൻ പോയി അടിയൊക്കെ വാങ്ങിച്ചിട്ട് വരാം. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക.